ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബൺ ദോശ തയ്യാറാക്കിയാലോ. എപ്പോഴും നമ്മൾ ഉഴുന്നും അരിയൊക്കെ അരച്ചിട്ടല്ലേ നമ്മൾ ദോശ തയ്യാറാക്കുന്നത്. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബൺ ദോശ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. അത് ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചിട്ട് അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉഴുന്നും കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് സവാളയും ചെറുതായിട്ട് കട്ട് ചെയ്ത 1 ചെറിയ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു ചെറിയ പീസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണിലും കുറവായിട്ട് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കാനുള്ളത്. അപ്പോൾ നന്നായിട്ട് കലക്കിയിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വഴറ്റിയെടുത്തുള്ള അതേ സെയിം പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അല്പം കുഴിവുള്ള പാനിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കാനുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് 1 തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെയൊന്ന് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബൺ ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ല തേങ്ങാ ചട്നിയുടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബൺ ദോശയാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.